ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് വൈബ് വിത്ത് ഗ്രീഷ്മ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ സെൻസേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ഓണറായിട്ടുള്ള ഫൈസൽ മലബാറിൻ്റെ ആ ഒരു FB പോസ്റ്റ്, അതിനെക്കുറിച്ച് പറയാനാണ്. ഞാൻ ഒരുപാട് സെലിബ്രിറ്റികളും അല്ലെങ്കിൽ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ഇതിനെക്കുറിച്ചൊരു റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം ഭയങ്കരമായിട്ട് പേഴ്സണലി വിഷമമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട BBയിലെ 2 കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ആദില നൂറ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ബിഗ് ബോസിലേക്കുള്ള അവരുടെ എൻട്രിക്ക് ശേഷം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരെ കുറിച്ചുണ്ടായിരുന്നു. ഈവൻ ഞാൻ അവരെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലും അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റത്തെ യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് പേഴ്സണലി അവർ ഇഷ്ടമായിരുന്നു. അവരെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രാവശ്യം ബിഗ് ബോസിൻ്റെ ലൈവ് അടക്കം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയ്ക്കും ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരു 2 വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു 2 കുട്ടികൾക്കെതിരെ ഇന്നലെ ഉണ്ടായ ഒരു പോസ്റ്റിനെ കുറിച്ചാണെന്ന് പറയുന്നത്. സംഭവം ഫൈസൽ മലബാർ ഗോൾഡിൻ്റെ ഓണറായിട്ടുള്ള ഫൈസൽ മലബാറിൻ്റെ ഹൗസ് വാമിങ് ഒരു 3-4 ദിവസമായിട്ട് നല്ല ഗ്രാൻഡായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസ് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈവൻ അങ്ങനത്തെ വ്യക്തികളുടെ ഒരു ഹൗസ് വാമിംഗ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും. കാരണം അവരൊക്കെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണല്ലോ, അവരുടെ ബിസിനസ്സാണ് അവർക്ക് വലുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ തന്നെ ഈ ഒരു ആദില നൂറേനെയും അവർ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് അവർ വന്നത്. ഈവൻ കൊച്ചിയിലുള്ള അവർ കോഴിക്കോടേക്ക് ഒരു കല്യാണം കൂടാൻ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിംഗ് കൂടാൻ വെറുതെ കയറി വരേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. അവർക്ക് ഒഫീഷ്യലി അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് തന്നെയാണ് അവർ വന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള തെളിവാണിത്. എന്നിലൂടെ, അതായത് എൻ്റെ അടുത്ത് നിന്നാണ് കോൺടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ്, അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു, പിന്നെ അവരെന്താ ചെയ്യേണ്ടത്? വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ റസ്മിൻ പറയുന്നുണ്ട്, റസ്മിനെ പേഴ്സണലി അവർ ഇൻവൈറ്റ് ചെയ്തു. അതോടൊപ്പം റസ്മിൻ്റെ നിന്ന് ആദില നൂറയുടെ അല്ലെങ്കിൽ ആദിലയുടെ നമ്പർ വാങ്ങിയതിന് ശേഷം അവർക്ക് ഒഫീഷ്യലി അവർ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ഈ ഒരു ഹൗസ് വാമിങ്ങിന് വരുന്നത്. അവർ ഹൗസ് വാമിങ്ങിന് വന്നു, അവരെ നല്ലൊരു രീതിയിൽ, അതായത് ശരിക്കും ഒരു അതിഥികളായിട്ട് അവർ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തു. വീടൊക്കെ നടന്ന് കാണിച്ചു കൊടുക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അവർ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റുന്നതിൻ്റെയും ഒക്കെ വീഡിയോസ് ഫുള്ള് മീഡിയ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഈവൻ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ മലബാർ ഫൈസലിൻ്റെ ഈ ഒരു മീഡിയയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നു അയാൾക്കെതിരെ. അയാളുടെ മെയിൻ ബിസിനസ്സാണല്ലോ സ്വർണ്ണ കച്ചവടം. അപ്പോൾ ഈ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലും പറയുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടായാലും പോസിറ്റീവും നെഗറ്റീവും പറയാൻ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്ന കുറേ നെഗറ്റീവ് കമൻറ്റുകൾ കണ്ടപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടുകാരും പേടിച്ചിട്ടുണ്ടാവും എന്തായാലും. കാരണം അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുമോ, കാരണം ഇത്ര സെൻസേഷനായിട്ടുണ്ടാവുന്ന ഒരു ന്യൂസ് വരുമ്പോൾ അവരുടെ ബിസിനസ്സിനെ ബാധിക്കുമോ എന്ന് പേടിച്ച് ആളെ അറിവോടുകൂടി അല്ലെങ്കിൽ ആളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇട്ടൊരു പോസ്റ്റാണ് ഈ FB പോസ്റ്റ്. സത്യം പറഞ്ഞ ആളതിടുമ്പോൾ ഇതിനെതിരെ റിയാക്ഷൻസ് ഉണ്ടാവും എന്നാൾ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത്രയ്ക്ക് ഉണ്ടാവും എന്നാൾ കരുതിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഫൈസൽ മലബാർ ഇപ്പോൾ എയറിലാണെന്ന് വേണമെങ്കിൽ പറയാം. എയറിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷെ അതൊക്കെ എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ തിരുത്തി പറയുന്ന ഒരു കാലഘട്ടമാണല്ലോ ഒന്ന്. സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ആ 2 വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം അല്ലെങ്കിൽ സമൂഹത്തിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു നാണക്കേടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത്ര ഒരു കാര്യത്തെക്കുറിച്ച് ആൾ ചിന്തിച്ചില്ല. അപ്പോൾ മനസ്സാക്ഷി അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഒരാളുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മനുഷ്യത്വത്തിനൊന്നും വലിയ വാല്യൂ ഒന്നുമില്ല, അതാണല്ലോ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈവൻ ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് പോലും ലക്ഷ്മി എന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്നുള്ള ഒരു ഇതിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് ജനങ്ങൾ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അവരവരെ വീട്ടിലെ മക്കളായിട്ട് അല്ലെങ്കിൽ ഒരു മെമ്പറായിട്ട് കണ്ട് അവരെ സ്നേഹിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി ഈവൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഒരാഴ്ച ആയിട്ടുള്ളൂ, അപ്പോഴേക്കും തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കുമ്പോൾ പേഴ്സണലി എല്ലാവർക്കും വിഷമമുണ്ടാവും. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എന്തായാലും ഫൈസൽ ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിലി അയാൾ ആദില നൂറോട് മാപ്പ് പറയേണ്ടതാണ് ഈ ഒരു കാര്യത്തിൽ.